അഞ്ചലിലേക്കൊന്ന് പോകണം. കൊല്ലം അഞ്ചലിൽ ഭിന്നശേഷിക്കാരായ ദമ്പതികളുടെ വീട്ടിൽ ഒരു യുവാവ് ആക്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മുൻ വൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മധുരപ്പ സ്വദേശി സാജിദിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊരു പ്രതികരണം കാണാം. ഇന്നലെ ഒരു 7 മണിയോട് സാജിദ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൻ്റെ പരിസരം വന്നിടന്ന് ചീത്ത വിളിക്കുകയും ഞങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്തിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുക്കളയിലെ കതവെല്ലാം അടിച്ച് തകർക്കുകയും മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇവിടെ വന്ന് പൈപ്പ് എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് ഈ പശുവിനെ മാരകമായിട്ട് കുത്തിയോ കൈ ഉപയോഗിച്ചോ ഉപദ്രവിച്ചിട്ട് അതിന്റെ കുടല് വരെ എടുത്ത് പുറത്തിടും. അതിന്റെ ആമാശയം എല്ലാം പൊട്ടുകയും ചെയ്യും. അഞ്ചലിൽ നിന്നും സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുജിത്, ഗുഡ് മോർണിംഗ്. ശരിക്കും സങ്കടകരമായ കാര്യമാണ്, മാത്രമല്ല അതിശയപാർഹമാണ് താനും. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അതിന്റെ അപ്ഡേറ്റ്സ് എന്താണ് ഈ വാർത്തയുടെ? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സാജിദ് 1 വർഷം മുമ്പ് ഈ ഭിന്നശേഷിക്കാരിയായ ലതികയുടെ മുച്ചക്ര വാഹനം അടിച്ചു തകർത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിനുശേഷം പലതവണ ഇവർക്ക് നേരെ ഇത്തരത്തിൽ സാജിദിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെയും സമാനമായ രീതിയിൽ ഇയാൾ ഇവരുടെ വീട്ടിലെത്തി കതകും ജനലുമൊക്കെ അടിച്ചു തകർക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ വീട്ടുകാർ പുറത്തിറങ്ങാൻ തയ്യാറായില്ല. ഈ സമയത്താണ് ഇയാൾ വീടിന് പുറത്ത് കെട്ടിയിരുന്ന ആ പശുവിനോട് വലിയ രീതിയിലുള്ള ക്രൂരത കാട്ടിയത്. പശുവിന്റെ പിൻഭാഗത്തു കൂടി കൈകയറ്റി കുടലും ഉൾപ്പെടെ വലിച്ചു പുറത്തിടുകയായിരുന്നു. ഉടൻ തന്നെ അവിടെ നിന്ന് നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ടാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. തുടർന്ന് കൊല്ലത്ത് നിന്നും വെറ്റിനറി സംഘം സ്ഥലത്തെത്തി ഇതിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തെങ്കിലും ഇന്ന് പുലർച്ചയോടുകൂടി ഈ പശു ചത്തുപോവുകയായിരുന്നു. സംഭവത്തിൽ അഞ്ചൽ പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. സാജിദ് നിരന്തരം ഇവരെ ഉപദ്രവിക്കുന്നത് കൂടാതെ തന്നെ നിരവധി ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഞ്ചാവ് നൽകാത്തതിന് കഞ്ചാവ് വിൽപ്പനക്കാരിയുടെ തലയടിച്ചു പൊട്ടിച്ച കേസിലടക്കം ഇയാൾ പ്രതിയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ലതികയുടെ പരാതിയിൽ അഞ്ചൽ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.